സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി. സംയോജിക, ആധാരിക, പ്രയോജിക, പ്രതിഗ്രാഹിക. ഉത്തരം ഓപ്ഷൻ എ ആണ് സംയോജിക. സാക്ഷി എന്ന കാരക അർത്ഥം വരുന്ന വിഭക്തിയാണ് സംയോജിക വിഭക്തി. ആന പ്ലസ് ഭ്രാന്ത് എന്ന് ചേർത്തെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ സി ആണ് ആനഭ്രാന്ത്. ആനഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്ത് എന്ന് ചേർത്തെഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ആന ഭ്രാന്ത്. ഓക്കെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദവമായ സ്വാഗതം. ഈ വാക്യത്തിലെ തെറ്റായ പദം ഏതാണ്? ഉത്തരം ഹാർദവം. ഹാർദവം എന്നുള്ള പ്രയോഗം തെറ്റാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഹാർദം എന്നാണ്. ഹാർദമായ സ്വാഗതം. ഹാർദവം ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ തെറ്റ് ഹാർദവം എന്നാണ്. നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ശൈലി ശരിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഹാർദവം ഒരിക്കലും ശരിയല്ല, ഹാർദം ആണ് ശരി കേട്ടോ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ആശിച്ചു കാലം കഴിയുന്നവൻ. ആശിച്ചു കാലം കഴിയുന്നവനെയാണ് ആലത്തൂർ കാക്ക എന്ന് ശൈലിയിൽ ഉപയോഗിക്കുന്നത്. വനം എന്നർത്ഥം വരാത്ത പദം. വനം എന്നർത്ഥം വരാത്ത പദം ചദ്വരമാണ്. ഓപ്ഷൻ ഡി ചദ്വരം. വനം എന്ന അർത്ഥം വരാത്ത പദമാണ് ഓപ്ഷൻ ഡി ചദ്വരം. വിപിനം, ഗഹനം, അടവി ഇതൊക്കെ വനത്തിൻ്റെ മറ്റു പദങ്ങളാണ്. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ. ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രവാസം. ഓപ്ഷൻ സി പ്രവാസമാണ് എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കെ ഇ മത്തായി, വി വി അയ്യപ്പൻ, പി സി ഗോപാലൻ, ഐ സി ചാക്കോ. ഉത്തരം ഓപ്ഷൻ എ ആണ് കെ ഇ മത്തായി. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദൻ്റെ നാടകം. പുലിജന്മം, സമതലം, അമരാവതി, ഗാന്ധി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗാന്ധി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദൻ്റെ നാടകമാണ് ഗാന്ധി. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്നതിൻ്റെ ശരിയായ അർത്ഥം. ഉത്തരം ഓപ്ഷൻ സി ഗതികെട്ടവൻ. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്നതിൻ്റെ ശരിയായ അർത്ഥം ഗതികെട്ടവൻ. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് ഈ പ്രയോഗത്തിൻ്റെ സമാന അർത്ഥം വരുന്നത്. ഉത്തരം ഓപ്ഷൻ എ സമഗ്രമായി അന്വേഷിക്കുക. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നതിൻ്റെ അർത്ഥം സമഗ്രമായി അന്വേഷിക്കുക.